ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവിടെ അച്ഛനും മുത്തശ്ശിക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. മോളെ, പ്രിയങ്ക അങ്ങനെ ഒന്നും ചെയ്യില്ല. പോലീസുകാർക്ക് എന്തോ തെറ്റ് പറ്റാനാണ് സാധ്യത. ആഹാ, എന്നാ പിന്നെ നിങ്ങൾ എന്താ കോടതിയിൽ പോയത് പ്രൂവ് ചെയ്തിരുന്നേ? പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും കണിമംഗലത്ത് നിന്ന് നീ പുറത്തു പോവില്ല. പിന്നെ ഉർവശി പറഞ്ഞ കാര്യം എല്ലാം മുത്തശ്ശിക്ക് അറിയാൻ മോളെ. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മുത്തശ്ശി ഒന്നിപ്പിക്കും. അത് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനം. മുത്തശ്ശി കൂട്ടുണ്ടെങ്കിൽ വരണ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനി ഒരുപാട് സൂക്ഷിക്കണം. മാഡം, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. അവൾക്ക് വേണ്ടി വേറെ ആരും ഈ കേസിൽ ഇടപെടില്ല. കാര്യങ്ങൾ കുറച്ച് റിസ്ക് ആണല്ലോ. കോടതിക്ക് മുന്നിൽ കൃത്യമായ തെളിവുണ്ട്. പ്രിയങ്ക തങ്ങൾക്ക് പണം തന്ന് അത് രാധികയെ അപകടപ്പെടുത്താൻ തന്നെയായിരുന്നുവെന്ന് ആ തൊഴിലാളികൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രിയങ്കയെ രക്ഷിച്ചെടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. അപ്പോ എന്റെ മോള് ജയിലിൽ കിടക്കേണ്ടി വരുമോ? തീർച്ചയായും. കോടതി വിധിക്കുന്ന ശിക്ഷ എത്ര വർഷമായിരിക്കുന്ന കാര്യത്തിലേ സംശയമുള്ളൂ. രാധിക രക്ഷപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ശിക്ഷയുടെ കാഠിന്യം കുറയും, എന്നാലും ശിക്ഷ ഉണ്ടാവും. മാഡം, എവിടുന്നെങ്കിലും കുറച്ച് കാശ് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നാൽ? ഇവിടെ പണത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ശേഷിക്കുന്നൊരു മാർഗം, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിയങ്കയെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗം നമുക്ക് നോക്കാം. എന്താ മാഡം? ആ അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ മൊഴി തന്നെ പ്രിയങ്ക ഒരിക്കലും അപകടപ്പെടുത്തില്ല എന്നും തനിക്ക് പ്രിയങ്കയെ പരിപൂർണ വിശ്വാസമുണ്ടെന്നും പ്രിയങ്ക ആ തൊഴിലാളികൾക്ക് പണം കൊടുത്തത് മറ്റേതോ കാര്യത്തിനാണെന്നും കോടതിയിൽ രാധിക നേരിട്ട് വന്ന് പറയാമെങ്കിൽ അത് പ്രിയങ്കയ്ക്ക് രക്ഷപ്പെടാനുള്ളൊരു പഴുതാണ്. അങ്ങനൊരു കാര്യത്തിന് ആ കുട്ടി തയ്യാറാവോ? അങ്ങനെ ചോദിച്ചാ അവക്ക് ദേവനാരായണനെ യശോദയും ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച അവള് ചെയ്യും. എന്നാൽ അവരോട് സംസാരിക്കാൻ പറയൂ. പക്ഷേ അവരിങ്ങനെ ഒരു കാര്യം ചെയ്യില്ല മാഡം. പ്രിയങ്ക മോള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നറിഞ്ഞതോടെ ദേവൻ ഇതിൽ നിന്നൊക്കെ പരിപൂർണമായിട്ട് പിന്മാറിയിരിക്കുക. അതൊക്കെ നിങ്ങളുടെ കാര്യം. പറയാനുള്ളതൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞു. രാധികയുടെ മൊഴിയാണ് ഇതിൽ നിർണായകം. രാധികയെ സ്വാധീനിക്കാൻ നിങ്ങൾക്കോ വേറെ ആർക്കെങ്കിലുമോ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്ക്. എങ്കിൽ കേസിൽ അപ്പീറാവുന്ന കാര്യം ഞാൻ ആലോചിക്കാം. അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം മാഡം, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. ഗുഡ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ ഒന്നോർത്തോളൂ, പ്രിയങ്കയുടെ ജീവിതം രാധികയുടെ കയ്യിലാണ്. എത്രയായി? 150.
എന്താ? രാധിക മോളെ കാണാനാ. പ്രിയങ്കയെ കാണാൻ പോയില്ലേ ജയിലില്? വരണം. ആ, മുൻപ് കണിമംഗലത്ത് നിന്ന് ആറ്റുവാശ്ശേരിയിലെ പെണ്ണന്വേഷിച്ചു വന്നപ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. സമ്പത്ത് കൊണ്ട് ആറ്റുവാശ്ശേരിക്കാര് കണിമംഗലത്തിനൊപ്പം എത്തില്ലെങ്കിലും അന്തസ്സിന്റെ കാര്യത്തില് കണിമംഗലത്തിന് മേലെയാണ് ആറ്റുവാശ്ശേരിക്കാരെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അയ്യോ, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ ആ അഹങ്കാരവും ഗർവവും അതേപടി കിട്ടിയതാ അവൾക്ക്. അതിന്റെ ഫലവും ഉണ്ട്. അതാണ് ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ അച്ഛനും മുത്തശ്ശിക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. മോളെ, പ്രിയങ്ക അങ്ങനെ ഒന്നും ചെയ്യില്ല. പോലീസുകാർക്ക് എന്തോ തെറ്റ് പറ്റാനാണ് സാധ്യത. ആഹാ, എന്നാ പിന്നെ നിങ്ങൾ എന്താ കോടതിയിൽ പോയത് പ്രൂവ് ചെയ്തിരുന്നേ? അവൾക്ക് വേണ്ടി കോടതിയിൽ ഒരു വക്കീലിനെ അയക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അത് ഞങ്ങളുടെ അറിവില്ലായ്മയാ. ശരിയായ ശിക്ഷ വന്നില്ലല്ലോ. കുറച്ചു കാലത്തേക്ക് അവൾ അകത്ത് കിടക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞ് കണിമംഗലത്തെ മരുമകളായി തിരിച്ചെത്താന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെ കേട്ടില്ല അവളെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മോളെ. നിങ്ങളല്ലാതെ വേറെ ആരെ അവളോട് ക്ഷമിക്കാൻ? അവളോട് ഈ കുടുംബം ക്ഷമിക്കുന്ന പരിപാടിയില്ല. അവൾ ഇനി ഈ കുടുംബത്തെ മരുമകളായി എത്തുകയില്ല. ഇത് ഞാനാ പറയുന്നത്. അതെ, വരണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു. പക്ഷേ വരാതെ എന്ത് ചെയ്യും? പ്രിയങ്കേന്റെ അധികം എങ്ങനെയാ കഴിഞ്ഞിരുന്നെന്ന് ഞങ്ങൾക്കറിയാലോ. രാധിക മോളെ അപകടപ്പെടുത്താൻ പ്രിയങ്ക മോൾ ഒരിക്കലും ശ്രമിക്കില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ വച്ചല്ല, ആറ്റുവാശ്ശേരി വച്ച് പ്രിയങ്ക രാധികയെ ദ്രോഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ കൺമുന്നിൽ വെച്ച്. അതിന് ഞാൻ തെളിവ് തരണോ? അയ്യോ, അത് പിന്നെ കുട്ടികളല്ലേ. ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ എവിടെയും ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ തർക്കങ്ങളൊന്നും അല്ലായിരുന്നു. ദത്തെടുത്ത് വളർത്ത കുട്ടിയാണെന്നും പറഞ്ഞ് പ്രിയങ്ക ആക്ഷേപിച്ചിട്ടില്ലേ രാധിക മോളെ? എന്തിന് നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ? നിങ്ങൾ വഴിമരുന്ന് ഇട്ടുകൊടുത്തു. അത് അല്പം കടുത്ത രീതിയിൽ അവൾ ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ, ഞാനിവരെ വേർതിരിച്ചൊന്നും കണ്ടിട്ടില്ല. മോളെ രാധികെ, ദേ ഇത് മുത്തശ്ശി നിനക്ക് കൊണ്ടുവന്നതാ. കുറെ ദിവസമായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം, നിന്നെ ഒന്ന് വന്ന് കാണണോന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, പക്ഷേ പ്രിയങ്ക കൊല്ലാൻ ശ്രമിക്കുന്നത് വരെ കാത്തു അല്ലേ മുത്തശ്ശി?